VS നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഒരു വർഷം ഇന്നേക്ക് പൂർത്തിയാവുകയാണ്. ഒരു വർഷം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ സംഭവബഹുലമായ ഒരു വർഷം കൂടിയായിരുന്നു എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കേരളം നൽകിയ, ആലപ്പുഴ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്നത് നിസ്സംശയം നമുക്ക് പറയാം അത് സഖാവ് VS തന്നെയായിരുന്നു എന്നുള്ളതാണ് സത്യം. സഖാവ് VS മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച് അതിൻ്റെ ആശയങ്ങളെ പൂർണ്ണമായിട്ട് സ്വാംശീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച ഒരാളല്ല. മാർക്സും ലെനിനിസത്തെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അനുഭവിച്ചറിഞ്ഞ, ആ അനുഭവത്തെ മാർക്സിൻ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ നമ്മുടെ രാജ്യത്തെ അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സഖാവ് VS. VSനെ പറ്റി പറയുമ്പോൾ പലരും പറയാറുണ്ട് VSൻ്റെ വിദ്യാഭ്യാസ ഉള്ളടക്കം ഒരു 7ാം ക്ലാസ് മാത്രമാണ്. 7ാം ക്ലാസ് മാത്രം ഔദ്യോഗിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് നേടിയ അനുഭവം അത് മുതൽക്കൂട്ടാക്കി ഒരു സമൂഹത്തെ ആകെ നയിക്കുന്നതിന്, ആ സമൂഹത്തിന് കൃത്യമായ രാഷ്ട്രീയ അർത്ഥശാസ്ത്ര തലം നൽകുന്നതിന് ഈ മാർക്സൻ ലെനിനിസത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രവർത്തനത്തിലൂടെ, തൻ്റെ അനുഭവങ്ങളിലൂടെ, അത് തൻ്റെ അനുഭവം മാത്രമല്ല സമൂഹത്തിൻ്റെ പൊതുവായ അനുഭവത്തിലൂടെ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാർക്സത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രത്യയശാസ്ത്ര രചനയിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും പ്രമുഖമായ സ്ഥാനത്താണ് സഖാവ് VS ഉള്ളത്. അതാണ് VSൻ്റെ പ്രത്യേകത. സാധാരണ രീതിയിൽ ഒരു പാർട്ടി പ്രവർത്തകൻ, ഒരു പാർട്ടി നേതാവ് എന്ന രീതിയിൽ മാത്രമല്ല, തൻ്റെയും തൻ്റെ സമൂഹത്തിൻ്റെയും ജീവിത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാർക്സൻ ലെനിനിസത്തിൻ്റെ മൂശയിൽ നിന്ന് എങ്ങനെ പടച്ചട്ടയണിഞ്ഞ യോദ്ധാക്കളെയും പോരാളികളെയും നമുക്ക് സൃഷ്ടിക്കാനാവും, ആ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പൊതുസമൂഹത്തിന് എങ്ങനെ ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാനാവും എന്ന് മാർക്സൻ ലെനിനിസത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തിയ പ്രത്യയശാസ്ത്രത്തെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് അതിന് ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ആദരവ് നേടിയ, ആ നേട്ടത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച കേരളത്തിലെ വിപ്ലവകാരിയായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സഖാവ് VS. VSനെ പറ്റി പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം എങ്ങനെയാണ് നേടാനായത്? ഈ ഒരു 7ാം ക്ലാസ്സുകാരൻ്റെ സാമൂഹ്യ വീക്ഷണത്തിൽ നിന്നും തുടങ്ങി ഈ സാമൂഹ്യ പരിവർത്തനത്തിന് ദിശാബോധത്തിലൂടെ മുന്നോട്ടേക്ക് നയിച്ച് ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾക്ക് സ്വയവും മറ്റുള്ളവരെ അതിൻ്റെ ഭാഗവാക്കായും നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളിലൂടെയാണ്, സമരങ്ങളിലൂടെയാണ്, പഠനങ്ങളിലൂടെയാണ്, പുതിയ പുതിയ നാമ്പുകൾ രൂപപ്പെടുത്തി മുന്നോട്ടേക്ക് പോകുന്നതിലൂടെയാണ് സഖാവ് VS ഈ ആധുനിക കേരളത്തെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ഫലപ്രദമായ രാഷ്ട്രീയ ഇടപെടൽ, സംഘടനാപരമായ ഇടപെടൽ നടത്തിയിട്ടുള്ളത് എന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ പ്രത്യയശാസ്ത്രം
പ്രത്യയശാസ്ത്രം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് മാർക്സിൻ്റെ ദാർശനികവും മാർക്സിൻ്റെ അർത്ഥശാസ്ത്ര തലവും ഉൾപ്പെടെ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയിലേക്ക്, അതിൻ്റെ ചരിത്രത്തിലേക്കും വർത്തമാനത്തിലേക്കും ഭാവിയിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ട് നമ്മുടെ അനുഭവം കൂടി ഉൾച്ചേർത്ത് നമ്മൾ സമൂഹത്തിന് നൽകുന്ന സംഭാവനയാണ് പ്രത്യയശാസ്ത്രം. അതാണ് യഥാർത്ഥത്തിൽ പ്രത്യയശാസ്ത്രം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആ സംഭാവന നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി, അതിലൊരാൾ EMSനെയും കൃഷ്ണപിള്ളയെയും എല്ലാം ഓർമ്മിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, അവരോടൊപ്പം സഖാവ് VS നെയും നമ്മൾ ആ രീതിയിലാണ് കാണേണ്ടത്.